അപ്പോൾ ഈ ഒരു ഡാലിയേൻ്റെ ബൾബ് ഉണ്ടല്ലോ കുറേ പേര് നമ്മളോട് ചോദിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത് എന്താണെന്നറിയാമോ? ഇത് നമ്മുടെ കയ്യിൽ ഇതിന് മുന്നേ ഉണ്ടായിരുന്ന നമ്മുടെ ഡാലിയ പ്ലാന്റ് ആണ് കേട്ടോ. അപ്പം ഇത് ഏകദേശം ഞാൻ ഇതിൻ്റെ ബൾബ് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാവേ നമ്മുടെ ഈ ചെടിയിൽ ബൾബ് എങ്ങനെയാണ് വരുന്നതെന്ന്. അപ്പോൾ നമ്മളോട് ഈ ഡാലിയേൻ്റെ പ്ലാന്റ് വാങ്ങുന്ന പലരും നമ്മളോട് ചോദിക്കാറുണ്ട്, ഇതിന് ബൾബ് ഉണ്ടാകുമെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ നമ്മുടെ മുറ്റത്ത് ഡാലിയ പ്ലാന്റ് നല്ല ഭംഗിയായിട്ട് പൂട്ട് നിൽക്കുന്നതൊക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ആ ചെടിയാണ് കേട്ടോ. അപ്പോൾ ആ ചെടിയിൽ ഇതുപോലെ നിൽക്കുന്ന നല്ല ചെടിയാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, അതിൻ്റെ ബൾബ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ നമ്മുടെ കയ്യിലുള്ള ഡാലിയ ചെടിയാണ് കേട്ടോ. അപ്പം ഈ ഒരു ചെടി നമുക്ക് ഇങ്ങനെ നിൽക്കുന്ന ചെടിയുണ്ടല്ലോ, ഇതിൻ്റെ അടിയിൽ നമുക്ക് ബൾബ് ഉള്ളത് കൊണ്ട് നമ്മളിങ്ങനെ താഴ്ത്തി ഇവിടെ വെച്ച് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വീണ്ടും പുതിയ പൊടിപ്പ് വന്നിട്ട് നമുക്ക് വീണ്ടും പുതിയ ചെടി ആക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പം നമ്മളോട് കുറേ പേര് ഡാലിയേൻ്റെ ബൾബ് ചോദിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതുപോലെ നിൽക്കുന്ന ചെടിയിൽ നിന്ന് ഞാൻ ബൾബ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ബൾബ് എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തത് കുഞ്ഞ് തളിർപ്പ് വരും. ഇപ്പോൾ തന്നെ കണ്ടാൽ മനസ്സിലാവും കണ്ടോ, ചെറിയ ചെറിയ തളിർപ്പുകൾ വരുന്നുണ്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ നല്ല പ്ലാന്റ് ആക്കി എടുക്കാനും പറ്റും. ഇത് കണ്ടോ, നമ്മുടെ ഡാലിയ ചെടീൻ്റെ ഉള്ളിൽ ഇതാ ബൾബാണ് കേട്ടോ. ഇതുപോലെയുള്ള ബൾബുകൾ നമ്മൾ അതായത് മുളപ്പിക്കുക. അപ്പോൾ അതെങ്ങനെയാണ് മുളപ്പിക്കുന്നതെന്ന് കൂടെ ഞാൻ കറക്റ്റ് ഈ ഒരു വീഡിയോയിലൂടെ തന്നെ കാണിച്ചു തരാം കേട്ടോ. നമ്മളെങ്ങനെയാണ് ഈ ഒരു ചെടീനെ പാകണ്ടേന്ന്, അപ്പം അല്ല ഈ ഒരു വിത്ത് പാകണ്ടേന്ന് കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള ബൾബ് നമ്മൾ മിക്സ്ഡ് കളറായിരിക്കും കേട്ടോ. ഏതൊക്കെ കളറാണെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ കയ്യിലുള്ള എല്ലാ ചെടീൻ്റെയും വിത്തുകൾ നമ്മളിങ്ങനെ എടുത്തിടും. ഇത് കണ്ടോ, ഇതൊക്കെ നമ്മുടെ കയ്യിലുള്ള ബൾബ് നമ്മളിപ്പം പറിച്ച് എടുത്ത് വെച്ചേക്കണതാണ് കേട്ടോ. ഇതാ കണ്ടോ, അത്രയും ഫ്രഷായ വിത്താണ്. അപ്പം ഇതെന്ത് കളറാണെന്ന് പറയാൻ പറ്റില്ല, എല്ലാം കൂടി ആയതുകൊണ്ട് നമുക്ക് കളറ് മനസ്സിലാവില്ല കേട്ടോ. അപ്പം ആവശ്യമുള്ളവർക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം കേട്ടോ. അങ്ങനെയുണ്ടല്ലോ, നമ്മുടെ ഡാലിയേൻ്റെ ബൾബ് ഉണ്ടല്ലോ, നമ്മളിത് പറിച്ചെടുത്തിട്ട് നമുക്ക് ഇത്രയും ബൾബ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അധികമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മളൊരു 5 എണ്ണം ഇതൊരു കോംബോ ആയിട്ടാണ് കേട്ടോ നമ്മൾ തരുന്നത്. അപ്പം ഇതെല്ലാം കൂടെ മിക്സ് ആക്കിയിട്ടായിരിക്കും നമ്മൾ തരുള്ളൂ. ഇതുണ്ടല്ലോ, ഇതുപോലെ ഇതെങ്ങനെയാണ് ഈ ഒരു ബൾബ് നടുന്നതെന്നും കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഈ ഡാലിയേൻ്റെ ബൾബ് നടുന്നത് കറക്റ്റ് ഞാൻ വീഡിയോസ് ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഞാൻ ഈ വീഡിയോൻ്റെ കൂടെ തന്നെ ഞാൻ ടാഗ് ചെയ്തേക്കാം കേട്ടോ. അപ്പം അതൊക്കെ ജസ്റ്റ് കണ്ടു നോക്കുക. അപ്പം ഞാനിപ്പം ഒരു രീതിയിൽ എങ്ങനെയാണ് നടുന്നതെന്ന് കാണിച്ചു തരാം. നമുക്കതിന് വേണ്ടിയിട്ടുണ്ടല്ലോ ഇതുപോലെ ഒരു ഡാലിയേൻ്റെ ബൾബ് എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനിവിടെ എടുത്ത് വെച്ചേക്കണത് ഇത് നമ്മുടെ സാധാ പുഴമണൽ. ഇതാ നമ്മളിങ്ങനെയുള്ള പുഴമണലിലൊക്കെ നമ്മൾ എന്തെങ്കിലും പെട്ടെന്ന് നട്ട് കൊടുത്തിട്ടുണ്ട്, നമുക്ക് പെട്ടെന്ന് നമുക്ക് മുളച്ച് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിവിടെ നടുന്നത് നമ്മുടെ സാധാ പുഴമണലിലാണ്. അപ്പോൾ ഈ ഒരു ഡാലിയേൻ്റെ ബൾബ് എടുക്കുന്നു, നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കുന്നു കേട്ടോ. ഇതുപോലെ തന്നെ ഒരെണ്ണം കൂടി എടുക്കുന്നു, അത് നമ്മളിതിലേക്ക് വെച്ച് കൊടുക്കുന്നു. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് മൂടി കൊടുക്കുക. നമുക്കിതുപോലെ ജസ്റ്റ് ഒന്ന് മൂടി കൊടുക്കാം കേട്ടോ. എന്നിട്ടുണ്ടല്ലോ ഒരു തണലത്ത് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കുറച്ച് ദിവസം ഒന്ന് നനച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതിൽ നിന്ന് ഇങ്ങനെ കുഞ്ഞു മുളയായിട്ട് വരുന്ന കാണാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു വീഡിയോൻ്റെ ഈ മുളയൊക്കെ വന്നത് ഞാൻ പിന്നീട് കാണിച്ചു തരാവേ. അപ്പോൾ ജസ്റ്റ് ഒരു മെത്തേഡ് ഞാൻ ഈ രീതിയിലാണ് നടുന്നത് കാണിക്കുന്നത്. പിന്നെ നമ്മുടെ സാധാ മണ്ണ്, മണൽ, ചകിരിച്ചോറ് എന്നീ ഒരു പോട്ടി മിക്സിൽ നട്ടാലും മുളച്ച് കിട്ടും. പിന്നെ വേറെ രീതികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോൻ്റെ ഞാൻ ടാഗ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ കയ്യിലുള്ള ഡാലിയേൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ. ചെറിയ പ്ലാന്റാണ്. ഇതുപോലത്തെ പ്ലാന്റുകൾ നമ്മൾ കുറേ പേർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാണിച്ചു തരാവേ. അപ്പം നമുക്ക് ബൾബ് കുറച്ചേ ഉള്ളൂ സ്റ്റോക്ക്. പെട്ടെന്ന് മെസ്സേജ് അയക്കുന്നവർക്ക് ബൾബ് വാങ്ങാം. ഇനി അതല്ല പ്ലാന്റ് വേണമെന്നുള്ളവർക്ക് ഇതുപോലത്തെ പ്ലാന്റും വാങ്ങാവുന്നതാണ് കേട്ടോ. ചെറിയ ചെടികൾ തന്നെ നമുക്ക് മുട്ടുകളൊക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കണ്ടോ ഡാലിയ പ്ലാന്റിൽ. അപ്പം ഇതൊക്കെ നമ്മുടെ ഡാലിയ പ്ലാന്റ്സിൻ്റെ സൈസും കൂടിയാണ്. അപ്പോൾ ഇത് നമ്മുടെ കയ്യിലുള്ള ജിഫി ഡാലിയ പ്ലാന്റ് ആണ് കേട്ടോ. ഇത് നമ്മളിങ്ങനെ എടുത്ത് നോക്കുമ്പോണ്ട് നമ്മുടെ ഈ ഡാലിയ പ്ലാന്റ്സിലുണ്ടല്ലോ, ഇത് കണ്ടോ, ഇത്ര ചെറിയ പ്ലാന്റിൽ നമുക്ക് ബൾബ് വരുന്നുണ്ടോ? ഇതുണ്ടോ, ഇതുപോലെയാണ് കേട്ടോ ഈ ഡാലിയ പ്ലാന്റിൽ ഇങ്ങനെ നമ്മൾ നട്ടൊക്കെ വെച്ച് കുറച്ച് നാൾ കഴിയുമ്പം ഇതുപോലെ നല്ല ബൾബ് വരും. എന്നിട്ട് നമുക്ക് പിന്നീട് ബൾബിൽ നിന്നും പുതിയ ചെടികളൊക്കെ ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഡാലിയേൻ്റെ ബൾബുണ്ടല്ലോ കുറേ പേര് നമ്മളോട് ചോദിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പം ആദ്യം മെസ്സേജ് അയക്കുന്നൊരു കുറച്ച് പേർക്കൊക്കെ തരാനേ ഉണ്ടാവുകയുള്ളൂ കേട്ടോ. അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ അയക്കുക കേട്ടോ.